എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നൊരു കാര്യമെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ പരമപവിത്രമാമി ആ ഒരു ഗാനം ഉണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഗാനം തന്നെയാണ്. ഇപ്പോൾ വൈറലായിരിക്കുന്ന ആ ഒരു ഗാനമാണ്. ഞാൻ ആ ഒരു ഗാനം പാടിയിട്ട് ആ ഒരു ഗാനത്തെക്കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ പാട്ടിപ്പോൾ പാടുന്നില്ല. അതായത് പരമപവിത്രമി താമി മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ എന്ന് തുടങ്ങുന്ന ആ ഒരു RSSന്റെ ഗണഗീതം എന്ന രീതിയിലുള്ള പാട്ട്. അത് ഒരു ദേശഭക്തി ഗാനമാണെന്ന് എല്ലാവർക്കും അറിയാം. എൻ്റെയൊക്കെ കൊച്ചിലേ ഉള്ള പാട്ടാണ്. എൻ്റെയൊക്കെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാനൊക്കെ പാടിയിട്ടുള്ളൊരു പാട്ട് കൂടിയാണത്. അത്രയും വർഷത്തെ പഴക്കമുള്ള ആ ഒരു പാട്ട് ഇപ്പോൾ വന്ദേ ഭാരത് ട്രെയിനിനുള്ളിൽ വെച്ചിട്ട് ചെറിയ കുട്ടികൾ പാടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഭയങ്കര വിവാദമായി. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ പോക്കൊക്കെ. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് പറയുമ്പോഴത്തേക്ക് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ, ഈ ഒരു പാട്ട് കൊച്ചു കുട്ടികൾ പാടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അത് വലിയ വിഷയമായി. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ആളുകൾ ചിലരൊക്കെ പറയുന്നത് കേട്ടു, ആ ഒരു സ്കൂളിൻ്റെ പേരിൽ NOC ഒക്കെ അയക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടു. അപ്പോൾ പിന്നീടും ആ കുട്ടികൾ വീണ്ടും പല ചാനലുകളിലും ഈ പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. വളരെ മനോഹരമായിട്ട് കുഞ്ഞുങ്ങൾ പാട്ടുപാടി. ശരിക്കും ഒരു പാട്ടിൽ പോലും രാഷ്ട്രീയം കലർത്തി ആ ഒരു പാട്ടിനെ, പ്രത്യേകിച്ച് നമ്മുടെ ദേശത്തിൻ്റെ ഗാനമാണ്, നമ്മുടെ ദേശീയ ഗാനം, ആ ഒരു ഗാനത്തിനെ ആ ഒരു രീതിയിൽ കാണാതെ ആ ഒരു ഗാനത്തിനെ സംഘപരിവാറിൻ്റെ ഗാനമാണ് എന്നുള്ളൊരു ആ ഒരു പേരിൽ മാത്രം ആ ഒരു ഗാനത്തിനെ ഇത്രയേറെ വലിച്ച് കീറി ചുരുട്ടിയെടുക്കുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ളൊരു ഗാനമെന്ന് വെച്ചാൽ, കള്ളിനെക്കുറിച്ചും പാടുന്ന വേടൻ്റെ പാട്ടുകളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് ഉളുപ്പില്ലേ? അത്രേ എനിക്ക് ചോദിക്കാനായിട്ടുള്ളൂ. വേടന് മികച്ച ഗാനരചയിതാവിൻ്റെ അവാർഡ് വരെ കിട്ടി. അപ്പോൾ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ഗാനം ആരും സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഇത്രയധികം വിമർശിക്കപ്പെടേണ്ട കാര്യമുണ്ടോ? അതാണ് എനിക്ക് ചോദിക്കാനായിട്ടുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ. പിന്നീട് ഇത്രയധികം ഈ പാട്ട് ചെറിയ കുട്ടികൾ പാടിയപ്പോൾ ഇത് വിവാദമാക്കിയ ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ, അതായത് ഇപ്പോൾ ഈ അടുത്ത സമയത്ത് എയർപോർട്ടിൽ വെച്ചിട്ട് പബ്ലിക്കായിട്ടുള്ള സ്ഥലത്ത് വെച്ച് തന്നെ കുറച്ച് മുസ്ലിം സഹോദരങ്ങൾ, കുറച്ച് ആളുകൾ ഹജ്ജിന് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെ യാത്ര അയക്കാൻ വന്ന ആളുകളാണെന്ന് തോന്നുന്നു. അവർ പിന്നെ തുറസായ സ്ഥലത്ത് വെച്ചിട്ട്, അതായത് സാധാരണയായിട്ട് നിസ്കരിക്കാനൊന്നും ഉള്ള സ്ഥലമല്ല, അതിനൊന്നും അലോഡ് അല്ലാത്തൊരു സ്ഥലത്ത് വെച്ചിട്ട് കൂട്ടത്തോടു കൂടി ആളുകൾ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടുള്ള മുറിയും സൗകര്യവും വേറെ ഉണ്ടെങ്കിൽ പോലും അവിടെ നിന്ന് ചെയ്യാതെ ഈ പറയുന്നത് പോലെ തുറസായ സ്ഥലത്ത് വെച്ച് തന്നെ ഇവരെല്ലാവരും നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു. അത് ചെറിയ രീതിയിലൊക്കെ വാർത്തയും പ്രശ്നങ്ങളും ഒക്കെ ആയതാണ്. പക്ഷെ ഞാൻ അതിനെക്കുറിച്ചിട്ടൊന്നും വീഡിയോ ഒന്നും ചെയ്യാനായിട്ട് പോയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ അത് പറയാതിരിക്കാൻ തോന്നുന്നില്ല. അപ്പോൾ ഇത് വാർത്തകളിലൊക്കെ വന്നിട്ട് പോലും ഇതിനെതിരെ പ്രതികരിക്കാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. ഈ പാട്ട് പാടിയപ്പോൾ, ഈ ചെറിയ മക്കൾ ഈ പാട്ട് പാടിയപ്പോൾ ഇതിനെതിരെ വിമർശിക്കുന്ന ആർക്കും അതിനെതിരെ വിമർശിക്കേണ്ടായിരുന്നോ? അതുപോലെ തന്നെ നമുക്കറിയാവുന്നൊരു കാര്യമാണ്, ഇതും ഇപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യവും വിവാദമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതെന്ന് വെച്ചാൽ, തീവണ്ടിക്കകത്ത് ട്രെയിനകത്ത് വെച്ചിട്ട് നിസ്കരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അത് ഞാനിവിടെ വയ്ക്കാം. ഇതിനൊന്നും പ്രതികരിക്കേണ്ട കാര്യം നിങ്ങൾക്കാർക്കും ഉണ്ടായില്ലേ? നിങ്ങളൊക്കെ ഉറങ്ങിപ്പോയോ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക്?
പക്ഷേ ഇതൊരു വിവാദമാക്കണം എന്നുള്ള രീതിയിലല്ല ഞാനിത് പറയുന്നത്. ശരിക്കും ഈ ഒരു പാട്ടിനെ ഇത്രയേറെ വലിച്ചു കീറിയപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ എന്തിനാണ് മൗനം ഭജിക്കുന്നത്? എനിക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് മുസ്ലിം സഹോദരങ്ങളോട് ആരോടും ഒരു വിരോധവും ഇല്ല. ഞാനിത് ചോദിക്കുന്നത് ഈ ഒരു പാട്ടിനെ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് വലിച്ചു കീറി വിമർശിച്ചിട്ടുള്ള കുറേ ആളുകളൊക്കെ ഉണ്ട്. അത് കൂടുതലും ആരൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഭരിക്കുന്ന സർക്കാരൊക്കെ തന്നെയാണ്. അപ്പോൾ അവരോടാണ് എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇതൊന്നും നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള പാഷ്വാലിറ്റി കാണിക്കാൻ പാടില്ല. നല്ലത് ആര് ചെയ്താലും നല്ലതെന്ന് പറയണം. നിങ്ങൾ ആരും ഈ ഒരു ഗാനത്തെ നല്ലതെന്ന് പറയേണ്ട കാര്യമില്ല. കാരണം ഇത് നല്ലതാണ് എന്നുള്ളത് ഈ ഗാനം ഇഷ്ടപ്പെടുന്ന, ഇത് കേൾക്കുന്ന, ഈ ഒരു ഗാനത്തിലെ വരികൾ മനസ്സിലാക്കി കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. പിന്നീട് ഉള്ളൊരു കാര്യമെന്ന് വെച്ചാൽ, ഇതുപോലെ തന്നെ നമ്മുടെ ദേശഭക്തി ഗാനം നമുക്ക് എല്ലാവർക്കും അറിയാം. ജനഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യവിദാത. ഈ ഒരു ഗാനത്തിനെ മറ്റൊരു രീതിയിലായിട്ട് പാടിയിട്ടുള്ള ഒരു സംഭവമുണ്ട്. അതും സ്കൂളിലാണ് നടന്നത്. സ്കൂളിൽ നമ്മുടെ പതാക ഉയർത്തിക്കൊണ്ട് പാടിയ പാട്ടാണ്. അത് ഞാൻ ഇവിടെ ഒന്ന് വെക്കാം. ഇതും കണ്ടിട്ട് നിങ്ങളുടെയൊക്കെ കണ്ണിൽ കുരുവായിരുന്നു? അന്നൊന്നും നിങ്ങൾക്ക് ആർക്കും പ്രതികരിക്കാൻ തോന്നിയില്ലല്ലോ. ഇപ്പോഴാണോ നിങ്ങൾക്ക് പ്രതികരിക്കാനായിട്ട് തോന്നിയത്? ഇതൊക്കെ കണ്ട സമയത്തും ഞങ്ങളാരും ഇതിനെപ്പറ്റി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ കണ്ട കാര്യങ്ങളെല്ലാം നമ്മളെല്ലാവരും, അതായത് ഈ പറയുന്ന ഈ പറയും പോലെ എയർപോർട്ടിൽ നിസ്കരിച്ചതായാലും തീവണ്ടിക്കുള്ളിൽ നിസ്കരിച്ചതായാലും ഈ പറയുന്ന പതാക ഉയർത്തലായാലും ഒക്കെ നമ്മൾ എല്ലാവരും കണ്ടതാണ്. എന്നിട്ട് നമ്മൾ ആരും അതേക്കുറിച്ചിട്ട് ഒരു അക്ഷരവും പറഞ്ഞിട്ടില്ല. അതേക്കുറിച്ചിട്ട് നമ്മൾ വിമർശിക്കാനും പോയില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അതൊന്നും കൊണ്ട് ആർക്കും പ്രത്യേകിച്ച് ഒരു ദോഷവും ഇല്ലല്ലോ. പിന്നീട് എന്തിനാണ് വെറുതെ വിമർശിക്കാനായിട്ട് നിൽക്കുന്നത് എന്ന് കരുതിയിട്ട് നമ്മളൊക്കെ, ഈ ഞാൻ ഉൾപ്പെടെ മിണ്ടാണ്ടിരുന്നതാണ്. കാരണം വിമർശിക്കേണ്ട കാര്യങ്ങൾ വിമർശിച്ചാൽ മതിയല്ലോ, പ്രാർത്ഥനയല്ലേ, പ്രാർത്ഥിച്ചോട്ടെ എന്ന് കരുതി. പക്ഷേ ഇതിപ്പോൾ ഒരു പാട്ടിനെ, ഈ ഒരു പാട്ടിൽ എവിടെയെങ്കിലും ഒരു എന്താണ്, ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ ഈ ഒരു പാട്ടിലെ വരികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഞാൻ പറയാത്തത്. ശരിക്കും ഈ പാട്ടിനെ കുറിച്ചിട്ട് അറിയാത്തവർക്കാണെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ പോലും ഈ പാട്ടിൻ്റെ വരികൾ അതുപോലെ കിട്ടും. അപ്പോൾ ഈ വരികളിൽ എങ്ങും എവിടെയും ഒരു രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഒരു മതത്തെയും കുറ്റപ്പെടുത്തുകയോ ആരെയും വെട്ടും കുത്തും തിന്നും എന്ന് പറയുകയോ ഒന്നുമില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാരതാംബയെ പുകഴ്ത്തിയുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ സ്നേഹം വിളിച്ചുണർത്തുന്ന ഒരു പാട്ട് മാത്രമാണ്. ഇത് പാടിയത് സംഘപരിവാറിലെ ആളുകളായതുകൊണ്ട്, അല്ലെങ്കിൽ സംഘികളുടെ ഗാനം, അവരുടെ ഗണഗീതം ആയതുകൊണ്ട് തന്നെ ഈ ഒരു പാട്ടിനെ വെറുക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആവശ്യമില്ല. ഒരു പാട്ട് മോശമാണെങ്കിൽ അതിനെ വെറുക്കും. വേടൻ്റെ കള്ള് കുടിച്ചറിഞ്ഞിട്ട് വേടൻ വാ തുറന്ന് പാടുമ്പോൾ അതിനെതിരെ ഭയങ്കരമായിട്ട് കൈയടിച്ച് മറിച്ച് വേടന് അവാർഡ് കൊടുക്കുന്നു. വേടൻ്റെ വേടനെ തന്നെ ഒരു പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുക എന്നൊക്കെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ആളുകൾക്ക് ഈ ഒരു പാട്ടിന് ഇത്രയധികം കുറ്റം പറയുമ്പോൾ ഈ പറയുന്ന വേടൻ എന്ത് ക്വാളിറ്റിയാണുള്ളത്? വേടൻ ആരാണ്, വേടൻ എന്താണ് എന്നൊക്കെ ഒട്ടുമിക്ക ആളുകൾക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തെ വെളുപ്പിക്കാനായിട്ടൊന്നും ആരും നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് ചോദിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ എന്തിനും ഏതിനും നമ്മൾ രാഷ്ട്രീയം കലർത്തരുത്. പ്രത്യേകിച്ച് ഒരു ഗാനത്തിന്, ഒരു ദേശഭക്തി ഗാനത്തിൽ എന്തിനാണ് രാഷ്ട്രീയം കാണുന്നത്? നമ്മളെല്ലാവരും പണ്ട് ഒരുപാട് പാടിക്കൊണ്ടിരുന്ന ഒരു പാട്ടാണ് ബലികുടീരങ്ങളെ എന്നുള്ള ഒരു പാട്ടുണ്ടല്ലോ, നാടകഗാനം. നമുക്കെല്ലാവർക്കും എത്ര ഇഷ്ടമാണ് ആ പാട്ട്. ആ പാട്ട് നമ്മൾ പാടുമ്പോൾ അതിനകത്ത് അയ്യോ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാട്ടാണെന്ന് പറഞ്ഞ് ആരെങ്കിലും മാറ്റി നിർത്താറുണ്ടോ ആ പാട്ടിനെ? വളരെ മനോഹരമായിട്ടുള്ള പാട്ടല്ലേ അത്. അതുപോലെ തന്നെ മറ്റൊരു പാട്ടുണ്ടല്ലോ,
ചോര വീണ മണ്ണിൽ നിന്നുണർന്നു വന്ന പൂമരം. ആ പാട്ടൊക്കെ എത്ര സുന്ദരമാണ്. ആ പാട്ടിനെയൊക്കെ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ പാട്ടെന്നും പറഞ്ഞിട്ട് ആരെങ്കിലും ആ ഒരു പാട്ടിനെ കുറ്റം പറയൂ? വളരെ മനോഹരമായിട്ടുള്ള വരികളാണ് ആ പാട്ടിൻ്റെ വരികളൊക്കെ. അപ്പോൾ അങ്ങനെ കണ്ടുകൂടെ? എന്തിനാണ് എല്ലാത്തിലും ആവശ്യമായിട്ടുള്ള രാഷ്ട്രീയവും വർഗീയതയും ഒക്കെ കൊണ്ടു കിടക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്താണ്? നമ്മളൊക്കെ മേലോട്ടെടുക്കുന്ന ശ്വാസം തിരികെ താഴോട്ട് വന്നില്ലെങ്കിൽ തീരത്തക്ക ജീവിതമേ ഉള്ളൂ. നമ്മളൊക്കെ ഏത് നിമിഷവും നമ്മൾ ശരിക്കും ഒരു വ്യക്തിയുടെ മരണം എന്ന് പറഞ്ഞാൽ നിഴൽ പോലെ എപ്പോഴും കൂടെയുണ്ട്. അത് എപ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ നിന്നും വേർപെട്ട് പോകുന്നത്, നമ്മുടെ ജീവാത്മാവ് ശരീരത്തിൽ നിന്നും എപ്പോഴാണ് ഇറങ്ങിപ്പോകുന്നത് എന്നുള്ള കാര്യമൊന്നും നമുക്ക് അറിയില്ല. അപ്പോൾ മരണം കൂടെ കൊണ്ട് നടക്കുന്ന ആളുകളാണ് ഓരോ വ്യക്തികളും. അപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരുപാട് നന്മകളൊന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും പരസ്പരം വർഗീയതയും വിദ്വേഷവും കൊണ്ടുവരാതിരിക്കാനായിട്ട് ശ്രമിക്കുകയെങ്കിലും ചെയ്യുക, അത്രേ പറയാനുള്ളൂ. ഇപ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ പാട്ടുകളൊക്കെ നമ്മൾ വളരെ മനോഹരമായിട്ടുള്ള ഗാനങ്ങളായിട്ടല്ലേ കരുതുന്നത്. ആരെങ്കിലും ഈ പാട്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം, പക്കാ കമ്മ്യൂണിസ്റ്റ് സോങ് ആണ് ചോര വീണ മണ്ണിൽ നിന്നുണർന്നു വന്ന കേരളം എന്നുള്ള പാട്ട്. ആ പാട്ട് കേൾക്കാൻ തന്നെ ഒരു ഇമ്പമാണ്. ആ ഒരു പാട്ട്, ആ ഒരു സിനിമയൊക്കെ വളരെ എന്ത് രസകരമായിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്തിനും ഏതിനും ഈ രാഷ്ട്രീയമൊക്കെ കാണാതിരിക്കുക, രാഷ്ട്രീയം കൊണ്ടുവരാതിരിക്കുക. നിങ്ങൾ ഇപ്പോൾ ഈ ഒരു പാട്ടിൻ്റെ വരികൾ മാത്രം നിങ്ങൾ നോക്കുക. അപ്പോൾ നമുക്ക് ഇഷ്ടമല്ലെന്ന് കരുതിയിട്ട് നമ്മൾ വിമർശിച്ചിട്ടാണ് ശരിക്കും ഈ ഒരു പാട്ട് ഇത്രയധികം ഫേമസ് ആയത്. കാരണം ഇത് ഇന്നോ ഇന്നലെയോ രചിച്ച പാട്ടൊന്നും അല്ല, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് രചിച്ച പാട്ടാണ്. എന്നിട്ടും, അതായത് ഞാനൊക്കെ 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത്, എനിക്കിപ്പോൾ എത്രയാണ് വയസ്സ്, അപ്പോൾ എന്നിട്ടും ആ പാട്ട് ഇപ്പോൾ ഇത്രയും കത്തിക്കേറിയെങ്കിൽ അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ചില രാഷ്ട്രീയക്കാർ തന്നെയാണ്. അവരുടെ ചില വിമർശനങ്ങൾ കൊണ്ട് മാത്രമാണ് ഈ ഒരു പാട്ട് ഇപ്പം ഇത്രയധികം ഇത്രയധികം പ്രസിദ്ധമായി തീർന്നത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ, അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ അധികമൊന്നും പറയാനില്ല. ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഞാൻ മറ്റ് പല വീഡിയോകളിലായിട്ട് വന്ന് പറയുന്നുണ്ട്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും